ഇപ്പോൾ മേപ്പാടി ക്യാമ്പിൽ നിന്ന് തന്നെ ഭാർഗവി അവരും കുടുംബം അല്ലാതെ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഭാർഗവി, ഇപ്പോൾ ക്യാമ്പിലെ ജീവിതം എങ്ങനെയാണ് ഇപ്പോൾ അവിടെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? കുടുംബത്തെ ഒഴിച്ച് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ കുടുംബത്തെ നഷ്ടപ്പെട്ടവരടക്കം അവിടെ ഉണ്ടല്ലോ. കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രമായി രക്ഷപ്പെട്ട് വന്ന അനാഥരായി പോയ കുഞ്ഞുങ്ങളടക്കമുണ്ട്. എന്താണ് മേപ്പാടി ക്യാമ്പിൽ നിന്നും മറ്റ് കാഴ്ചകൾ എങ്ങനെയാണ് ഭാർഗവി അത് കാണുന്നത്? സ്വന്തമായുണ്ടായ നഷ്ടം, ആ നഷ്ടം നികത്തപ്പെടും. ഇപ്പോൾ വീടടക്കമായിരുന്നല്ലോ പോയിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയ വീട് എന്നുള്ളത് സർക്കാർ ഉറപ്പു നൽകുന്ന കാര്യവുമാണ്. എന്താണ് ഇപ്പോൾ സർക്കാരിനോട് ഭാർഗവിക്ക് പറയാനുള്ളത്? സർക്കാരിനോട് എന്താ പറയാന്നുള്ളതെന്ന് വെച്ചാൽ, മുണ്ടക്കൈ പ്രദേശത്ത് ഞങ്ങൾക്കിനി ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അധികം ആളുകളും അവിടെ വീടില്ലാതെ നഷ്ടപ്പെട്ടവരുണ്ട്, പകുതി വീട് പോയവരുണ്ട്, കുടുംബത്തെ പകുതി പോയവരുണ്ട്, പകുതി രക്ഷപ്പെട്ടവരുണ്ട്. ഇപ്പോൾ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ആ പൊട്ടുന്ന സമയത്ത് എൻ്റെ ഒരു അയൽവാസി ഒരു രാത്രി 1:30 ആയപ്പോൾ എന്നെ വിളിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി നിങ്ങൾ ഉറങ്ങല്ലേ, ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ എൻ്റെ അടുത്ത വീട്ടിൽ അയൽവാസിനെ ഫോൺ ചെയ്തു. 1:30 ആയതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കമല്ലേ, അപ്പോൾ അവരാരും ഫോൺ എടുത്തില്ല. അപ്പോൾ സീറ്റിൻ്റെ മേലേക്ക് ഇങ്ങനെ, നമ്മളെ വീടിൻ്റെ മേലേക്ക് ഇങ്ങനെ വലിയ ശക്തമായൊരു മഴത്തുള്ളികളിങ്ങനെ പറന്ന് വീഴുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ഓർത്തത് ഐസും കട്ടയാണ് എന്ന്. അപ്പോൾ ഒന്നും കൂടി ഞാൻ സ്തംഭിച്ച് നിൽക്കുമ്പോണ്ട് നമ്മളെ അടുക്കള വശത്ത് കൂടെ വെള്ളം കൊണ്ട് ഇരിച്ച് കയറി വീട്ടിലേക്ക്. മുൻവശത്തുനിന്ന് വീടൊന്നായിട്ടിങ്ങനെ പൊടിഞ്ഞ് ചാടി. അപ്പോഴത്തേക്കും അയൽവാസിയിലൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ശ്രീജമ്മ നമ്മൾക്ക് ഇവിടുന്ന് പോകാം, അച്ഛനെയും അമ്മനെയും കാണുന്നില്ല, നമുക്കിവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എടാ അരുൺ ചേട്ടായി ഉണ്ട് അകത്ത്, അവനെ കൂട്ടാതെ നമ്മൾ എങ്ങനെയാണ് പോവുക? അരുൺ ചേട്ടായി വീട്ടിനകത്തുണ്ട് പറഞ്ഞു. അപ്പോൾ ഇവന് ഞാനും കൂടെ വീട്ടിൽ നിന്ന് ഓടിപ്പോകാതെ വീട്ടിൻ്റെ അകത്തേക്ക് തന്നെ കയറി. അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ കരച്ചിലിങ്ങനെ കേൾക്കുന്നുണ്ട് വീട്ടിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് ഇവൻ കരയുന്നുണ്ട്. അപ്പം ഞാൻ കയറി പോയി നോക്കിയപ്പോൾ വീടിൻ്റെ പകുതി വശം, വീട്ടിൽ അലമാര, TV സ്റ്റാൻഡ് എല്ലാതും ഇവൻ്റെ ദേഹത്തിൽ കൂടെ വീണെടുക്കുന്നുണ്ട്, വീടിൻ്റെ ഉത്തരമൊക്കെ. അപ്പം ഞാനും ഈ കൊച്ചും കൂടെ ആ ഉത്തരത്തെ പിടിച്ചിട്ടും വീട്ടിൽ സാധനത്തെ പിടിച്ചിട്ടും കുറേ വലിച്ച് അത് വന്നില്ല. അപ്പോൾ എൻ്റെ വിചാരം, എൻ്റെ വീട് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, ബാക്കി മുണ്ടക്കൈയൊക്കെ സേഫാണ് എന്നാണ് എൻ്റെ വിചാരം. പക്ഷെ ഞാൻ എൻ്റെ കുട്ടീനോട് പറഞ്ഞു, ഞാൻ മേലേക്ക് പോയിട്ട് ആളെ കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മേലേക്ക് കയറിപ്പോയപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിയൊലിച്ച് കടൽ പോലെ ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പോൾ എൻ്റെ അടുത്ത ആളുകൾ പറഞ്ഞു, ചേച്ചി നിങ്ങളതിലേ വരില്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ കുട്ടീനെ വീട്ടിൻ്റെ ഉള്ളിൽ ഈ അവസ്ഥയിലിട്ടിട്ട് എനിക്ക് രക്ഷപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചെളി കൂടെ അങ്ങോട്ട് നീന്തി ഞാനൊരു കരയ്ക്ക് എത്തിയപ്പോണ്ട് അവിടെ നിന്ന് എൻ്റെ കുട്ടീനെ ഒരു കൂട്ടുകാർ പറയുന്നത്, ചേച്ചി എൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ ആ മുറ്റത്തെത്തിയിട്ട് കുറച്ച് നേരം സ്തംഭിച്ച് നിന്നു. എല്ലാവരും എന്താ നീ ചെയ്യേണ്ടതെന്ന് ഓർത്ത്. അപ്പം ഞങ്ങൾ ഇനി എന്തായാലും നമുക്ക് റോട്ടിൽ കയറാറുണ്ട്, ഞങ്ങൾ കണ്ട വഴിയിലൂടെ റോട്ടിൽ കയറി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നപ്പോൾ ഒരു ആൾ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ എല്ലാവരും ക്യാമ്പിലേക്കാണ് പോകുന്നത്, നമ്മുടെ ചെറിയ മാനേജറെ ബംഗ്ലാവാണ് ക്യാമ്പായിട്ട് എടുത്തിട്ടുള്ളത്, നമുക്ക് അങ്ങോട്ട് പോകാറുണ്ട്. അങ്ങനെ ഞാനങ്ങോട്ട് പോയി. അപ്പോഴും ഞാനിവരോട് പറയുന്നേടാ അരുണിനെ രക്ഷിക്കുക ഒന്ന് പോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കും ഇങ്ങോട്ട് വരാനുള്ള വഴിയില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ക്യാമ്പിൽ പോയി. അവിടുത്തെ ആളുകളോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടി ഇങ്ങനെ വീടിൻ്റെ അകത്ത് കുടുങ്ങി പോയിട്ടുണ്ട്, അവനൊന്ന് രക്ഷിക്കണം, അവന് ജീവനുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ പിന്നെ ഫോണിൽ വന്ന കഥയോ ഇവൻ ചെളി പോയ കഥയൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ അവിടെ നിന്ന് പോയതിന് ശേഷം അവിടെ മുണ്ടക്കൈയിൽ വീണ്ടും 3 പൊട്ടൽ പൊട്ടിയിട്ടുണ്ട്. ആ 3 പൊട്ടൽ പൊട്ടിയതോടു കൂടിയാണ് എൻ്റെ കുട്ടീൻ്റെ ദേഹത്തുനിന്ന് ആ വീട്ടു സാധനങ്ങൾ പോയതും, ആ വാർപ്പ് മാറിപ്പോയതും, ഇവൻ ഒലിച്ച് ഗ്രൗണ്ടിലേക്ക് പോയതും, ആ ചെളിയിൽ മുങ്ങിപ്പോയിട്ട് അവിടെ ആരും അധികം കണ്ണെത്തിപ്പെടാത്ത ആളുകൾ ശ്രദ്ധിക്കാത്ത രീതിയിലാണ് എൻ്റെ കുട്ടി പോയി പെട്ടത്. എൻ്റെ കുട്ടി അധികം താവുന്നതോട് കണ്ടതോടുകൂടി അവന് കൈ കൊണ്ടിങ്ങനെ ചെളി മേലേക്ക് ഇങ്ങനെ ഒരു ഓവുണ്ടാക്കിയിട്ട് അതിലേ കൂടിയാണ് കൈ ഇങ്ങനെ കാണിച്ചത്, രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് അവന് രക്ഷപ്പെട്ടത്. എന്തായാലും ഞങ്ങൾക്കൊരു മുണ്ടക്കൈ വാസയോഗ്യമല്ല. അതിന് സർക്കാർ ഞങ്ങൾക്ക് ഇനി ഒന്നുമില്ല ഞങ്ങളടുത്ത്. ഒരു റേഷൻ കാർഡോ ആധാർ കാർഡോ. എൻ്റെ കുട്ടി ഗ്രാഫിക് ഡിസൈൻ വർക്ക് ചെയ്യുമായിരുന്നു, വീട്ടിലിരുന്നിട്ട് തന്നെ അവൻ്റെ എല്ലാ ഉപകരണങ്ങളും പോയി. അവനെ ജീവനോട് തിരിച്ചു തന്നത് ദൈവത്തിനോട് നന്ദി പറഞ്ഞു. കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഭാർഗവി. രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെ ഭാഗ്യം. എന്താന്ന് വെച്ചാൽ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. എൻ്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, ഒരു
ചെറിയ ഒച്ച കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിത്തരിക്കുകയാണ്. ഒരു വല്ലാത്തൊരവസ്ഥ എന്നാണ്. മനസ്സിലായി. ഇപ്പോൾ ഈ ഒരു സാഹചര്യം മാറാൻ അല്പം സമയമെടുക്കും. താങ്കളടക്കമുള്ളവർക്ക് സാറായിട്ടൊരു പായാണ് എൻ്റെ ദേഹത്ത് കൂടെ വന്നത്. അതെ, നിങ്ങളടക്കമുള്ളവർക്ക് എന്തായാലും ആ കണ്ട ദൃശ്യങ്ങൾ അത് കൺമുന്നിൽ നിന്നും ആയില്ല കുറേ കാലത്തെങ്കിലും. കൗൺസിലിംഗ് നിങ്ങൾക്കൊക്കെ നൽകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭാർഗവി. ഇപ്പോൾ മകന്റെ മാനസികാവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ അരുൺ ഓക്കെ ആണോ? അരുണ് അവൻ്റെ മനസ്സൊക്കെ ക്ലിയർ ആയി വേണം. പിന്നെ അവന് ദേവസ്ഥാനം നല്ല മുറിവുണ്ട്. അവൻ്റെ രണ്ട് കാലിനും നല്ല പരിക്കുണ്ട്. തലയിലും നല്ല പരിക്കുണ്ട്. അത് മുറിവുകളൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി അവന് തിങ്കളാഴ്ച ഒരു ഓപ്പറേഷൻ കൂടി ഉണ്ട് കാലിന്. വേഗം സുഖമാവട്ടെ. അമ്മയും മോനും മാത്രമാണോ വീട്ടിലുണ്ടായിരുന്നത്? നിങ്ങൾ ആ വീട്ടിൽ അമ്മയും മോനും മാത്രമാണോ? അതെ, അമ്മയും മോനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മോളെ കെട്ടിച്ചതുകൊണ്ട് ആ സമയം വരെ അവിടെ ഉണ്ടായിരുന്നു. 2-3 ദിവസം മുന്നെയാണ് അവളെ വലിയച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയത്. അതുകൊണ്ട് എൻ്റെ കുട്ടി രക്ഷപ്പെട്ടു, അപകടമൊന്നുമില്ലാതെ. അല്ലെങ്കിൽ അവൾ പെട്ടുപോയനെ. ഏതായാലും ഭാഗ്യം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ് ഭാർഗവി. മാത്രം പ്രായമായ എൻ്റെ ഒരു അയൽവാസിൻ്റെ കുഞ്ഞ് മരിച്ചു. അതെ, ക്യാമ്പിലിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർ, കുടുംബത്തിൽ തന്നെ പലരെയും നഷ്ടപ്പെട്ടവരെയൊക്കെ കാണുകയാണല്ലോ അല്ലേ? കുടുംബത്തിൽ തന്നെ പലരെയും നഷ്ടപ്പെട്ടവരെയൊക്കെ ക്യാമ്പിൽ കാണുകയാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖം അതിനേക്കാൾ കുറവാണല്ലോ എന്ന് ആശ്വസിക്കാമല്ലോ. അപ്പോൾ എന്താണ് ക്യാമ്പിലെ ഒരു സ്ഥിതി? എന്താണ് അവിടെ ഇപ്പോൾ? നല്ല ഭക്ഷണമുണ്ട്, അവിടേക്ക് ആളുകൾ വല്ലാതെ വന്നു കയറാതിരിക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കുന്നു. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ക്യാമ്പിലെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഭാർഗവി? ക്യാമ്പിൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഞാനിരിക്കുന്ന ക്യാമ്പിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ രാവിലെ ആശുപത്രിയിൽ മോൻ്റെ അടുത്ത് പോകും. വൈകുന്നേരം അവിടെ നിന്ന് തിരിച്ച് ക്യാമ്പിൽ ഇങ്ങനെ വരും. പിറ്റേ ദിവസം പോകും. അങ്ങനെ ക്യാമ്പിൽ കഴിയുന്നു. മകൻ ഏത് ആശുപത്രിയിലാണ്? ക്യാമ്പ് കഴിഞ്ഞ് ഞങ്ങൾ മോനെ ഡിസ്ചാർജ് ആക്കി ഞങ്ങൾ തിരിച്ച് എങ്ങോട്ട് പോകുന്നൊരു ചിന്തയില്ല. മോന് വിങ്സിലാണ്. അല്ല, തിരിച്ചു പോവുക എന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ പുനരധിവാസം സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട്. കാര്യങ്ങളോ ഞങ്ങൾ ആധാരോ റേഷൻ കാർഡോ ഒന്നും എടുക്കില്ല. ഇല്ല, രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അതിനൊക്കെയുള്ള വഴികൾ ഉണ്ടാക്കും. അത് രേഖകളുമായിട്ട് ഒരിക്കലും ഒരു പ്രകൃതി ദുരന്തത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ലല്ലോ. ജീവൻ തിരിച്ചു കിട്ടി എന്നത് തന്നെ വലിയ ഭാഗ്യം. ആ രേഖകളൊക്കെ നിങ്ങൾക്ക് കിട്ടും, അതിനുള്ള സംവിധാനം ഒരുക്കുന്നു എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലടക്കം പറഞ്ഞതാണ്. എന്തായാലും മുണ്ടക്കൈ വേണ്ട എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. എല്ലാവരും അതുതന്നെയാണ് പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, വീടൊക്കെ ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ല. സർക്കാരും എനിക്ക് തോന്നുന്നത് മുണ്ടക്കൈയിൽ ഇനിയൊരു സംവിധാനം ഒരുക്കില്ല എന്ന് തന്നെയാണ് ഭാർഗവി. എവിടെ വേണം ഏത് ഭാഗത്ത് സുരക്ഷിതമായ ഏത് ഭാഗം? വയനാട്ടിൽ തന്നെ തുടരണം അല്ലേ? പകുതിയോളം പോയിട്ടുണ്ട്. വയനാട്ടിൽ തന്നെ തുടരണം. ഞങ്ങൾക്ക് വയനാട്ടിൽ വിട്ടു പോകാൻ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ വയനാട്ടിൽ ഇത്രയും കാലം ജീവിച്ചതുകൊണ്ട് നമുക്ക് ജോലി കാര്യങ്ങളൊക്കെ വയനാട്ടിൽ തന്നെയാണ്. നമുക്കിനി വേറെ ജോലികളൊന്നും അറിയില്ലല്ലോ. എന്തായാലും വയനാട്ട് വേണ്ടാന്ന് മുണ്ടക്കൈ വേണ്ടാന്ന് എല്ലാവരും തീരുമാനിച്ചു. ക്യാമ്പിലുള്ളവരൊക്കെ പറയുന്നത് നമുക്ക് മുണ്ടക്കൈ ചൂരമലയും വേണ്ടാന്ന് തന്നെയാണ്. അവിടെയും കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരി ഭാർഗവി, ഞാൻ